നമസ്കാരം. കുറ്റപത്രത്തിന്റെ രണ്ടാം പതിപ്പാണ്. പ്രളയം, ശബരിമല, കൊറോണ, മണ്ണിടിച്ചില്, ഉരുളിടിച്ചില്, ശക്തമായ മഴ, നാശനഷ്ടങ്ങൾ. പലരും ഈ പിണറായി വിജയൻ ഭരിച്ചപ്പോ തൊട്ട് ലക്ഷണക്കേട് എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുക. ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പഠനം എന്നോട് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു പരാജയമാണ് എന്നാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, അപ്പം ഒരു ഉദാഹരണം എടുത്തിട്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം. 2018 പ്രളയം. 2018 പ്രളയം ഒരുപക്ഷെ കേരളം കണ്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആപത്താണ്. 458ഓളം ജീവൻ അപഹരിച്ചു. 15 ആളുകളുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടു. 1-2 ആളുകൾ ഗൗരവമായ രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആയിരക്കണക്കിനെന്നല്ല 10,000-കണക്കിന് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടായി. പലരുടെയും ജീവിതോപാധി, കൃഷി പോലത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. കേരളം ഒരുമിച്ച് അതിനെ നേരിട്ടു. നമ്മൾ അതിനെ പരാജയപ്പെടുത്തി. 5000-ഓളം വരുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ശക്തമായ ഇടപെടലുകൾ, അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ. പിന്നീട് എന്താണ്, 2021 IIT ഖരഗ്പൂർ, IIT ചെന്നൈ, IISc ബാംഗ്ലൂർ പോലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ പറയുന്നത് പ്രളയം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മിസ്മാനേജ്മെന്റ് ഓഫ് ഡാം ആയിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ പല ഡാമുകളും ഒരുമിച്ച് തുറക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കി എന്നുള്ളതാണ്. CAG റിപ്പോർട്ടിൽ ശക്തമായ ചില വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ടായി ആ സമയത്ത്. ഒന്നാമത്തെ കാര്യം, വാട്ടർ മാനേജ്മെന്റിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള 2008 നിയമ ഭേദഗതികളെ സർക്കാർ കൃത്യമായി പിന്തുടരുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി 2016 തയ്യാറാക്കിയ നിയമാവലിയെ സർക്കാർ പിന്തുടർന്നുണ്ടായിരുന്നില്ല. പിന്നെയോ 14.5% കേരളത്തിലെ ഭൂമി പ്രളയബാധിതമാകാൻ വലിയ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. എന്നിട്ട് പോലും മഴയെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാനും അലേർട്ട് ചെയ്യാനുമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ റിയൽ ടൈം ഡാറ്റ അവൈലബിൾ ആയിരുന്നില്ല, ഇപ്പോഴും അവൈലബിൾ അല്ല. കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ ഇത്രയധികം മരണമുണ്ടാകാനും ഇത്രയും വലിയ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാനും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ പരാജയമായിരുന്നു. ശരിക്കും മലയാളികളുടെ ഐക്യം നമ്മൾ കണ്ടത് ആ സമയത്തായിരുന്നു. ഹിന്ദുവെന്നോ മുസൽമാനോ ഒന്നും വ്യത്യാസമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ട, എന്തിനേറെ കുട്ടികൾ, ഓർമ്മയില്ലേ ഒരു കുട്ടി സൈക്കിള് വാങ്ങാൻ വെച്ചുകൊണ്ടിരുന്ന പൈസ എടുത്തിട്ട് കൊടുത്തത്. 5000-ഓളം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, വിദേശങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഉള്ള കോർപ്പറേറ്റ്സുകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള NGOകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് പിന്നീട് പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നത്. ഒരു ലോക്കൽ കമ്മിറ്റി നേതാവ് MA അൻവർ എന്നാണ് എൻ്റെ ഓർമ്മ, അയാളുടെ പേര്. അയാള് ലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നെയോ ദുരിതാശ്വാസ നിധിയിലുള്ള പണം ദുരിതാശ്വാസത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു എന്താ പറയാ, അതൊരു എത്തിക്സ് ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു സത്യസന്ധതയാണ്. പക്ഷെ ഓർമ്മയുണ്ടോ, ഒരുപാട് ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. അത് പലതും ശരിവെക്കപ്പെട്ടിരുന്നു. ഉഴവൂർ വിജയന്റെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ, കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വണ്ടി ഇടിച്ച ഒരു പോലീസുകാരന്റെ ഭാര്യയ്ക്ക് 20 ലക്ഷം രൂപ കൊടുത്തത്, K രാമചന്ദ്രന്റെ എന്ന് പറയുന്ന ഒരു പഴയ CPM MLA യുടെ വീട്ടിൽ ഭാര്യയ്ക്ക് കാറ് വാങ്ങാൻ 6 ലക്ഷം ലോൺ കൊടുത്തത്,
ആ, എന്താ പറയാ, പണയം വെച്ച പണ്ടം എടുക്കാൻ വേണ്ടി 8 ലക്ഷം രൂപ കൊടുത്തത്. ഇങ്ങനെ പലതരത്തിലുള്ള ശക്തമായ ആരോപണങ്ങൾ വന്നു. സർക്കാർ ശരിക്കും പ്രതിസന്ധിയിലായി. ആ സമയത്ത് പ്രതിപക്ഷം അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. അന്ന് പറഞ്ഞു, ഫണ്ട് ദുരുപയോഗം ചെയ്തവരുണ്ടെങ്കിൽ അന്വേഷിക്കും, ശക്തമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും, നിയമ നടപടികൾ സ്വീകരിക്കും, അവരെ അഴിക്കുള്ളിലാക്കും എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും കേട്ടോ പിന്നീട് അഴിക്കുള്ളിലായവരെ കുറിച്ച്? ഇല്ലല്ലോ. പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പണം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്, നവകേരള നിർമ്മാണം എന്നുള്ള രീതിയിലേക്ക് അത് മാറി. മാത്രമല്ല വേറെയും പണം സ്വീകരിച്ചു. വേൾഡ് ബാങ്കിൽ നിന്നും $250 മില്യൺ ആണ് റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് ആ പണത്തിൽ ഒരു നല്ല പങ്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയും ശമ്പളം കൊടുക്കാൻ വേണ്ടിയും ഉപയോഗിച്ചു എന്നാണ്. അദ്ദേഹം അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ പണം ഉപയോഗിച്ച് വേറെ ഒരുപാട് ആരോപണങ്ങൾ പിന്നെയും നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. വിജിലൻസിന്റെ അന്വേഷണത്തില് പല സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തികളും പാർട്ടിയുമായി ബന്ധമുള്ള വ്യക്തികളും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സമ്മർദ്ദം ചെലുത്തിയോ സ്വാധീനം ചെലുത്തിയോ പണം വിഴുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി. അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് കണ്ടിട്ടുള്ളത്. 200-ഉം 300-ഉം അപേക്ഷകളില് ഒരേ ഫോൺ നമ്പർ, ഒരു ഡോക്ടർ തന്നെ 18-19 സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരേ സ്ഥലത്ത്. പ്രതിപക്ഷം ശക്തമായ ഇടപെടലുകൾ നടത്തി, കോടതിയിൽ വരെ കാര്യങ്ങൾ എത്തി. അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ദുരുപയോഗത്തിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രി പണം വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് പാർട്ടിക്കാരായി നിൽക്കുന്നവര്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവര് അധികാര ദുർവിനിയോഗം നടത്തി. അതിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ആരോപണം. 88.5 ലക്ഷം രൂപ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് എടുത്തിട്ടുള്ള എമൗണ്ട് സർക്കാരിന് ഒരു സ്ഥാപനം നടത്താൻ അല്ലെങ്കിൽ ഓഫീസ് നടത്താൻ സ്ഥലമില്ല എന്ന് വരുത്തി തീർത്തിട്ട്, സത്യത്തിൽ ഒരുപാട് വേക്കൻറ്റ് സ്പേസുകൾ ഉണ്ടായിട്ട് കൂടി വരുത്തി തീർത്തിട്ട് ലോ അക്കാദമി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിങ്ങിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പണം ഉപയോഗിച്ചു. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇന്ന് ആ ബിൽഡിംഗ് ആരെടുത്ത കാരണമുള്ളത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവർക്ക് എത്രയാണ് വാടക കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലോ അക്കാദമി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എന്താ പറയുക, തലപ്പത്തിരിക്കുന്നവരെല്ലാവരും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. നമ്മുടെ മുഖ്യമന്ത്രി നെതർലാൻഡ്സിൽ ഒരു നീണ്ട ടൂറിന് ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി അദ്ദേഹം നെതർലാൻഡ്സിൽ പഠിക്കാൻ പോയി. നെതർലാൻഡ്സിൽ പഠിച്ചു വന്നതിന് ശേഷം ഇനി പ്രളയം ഉണ്ടാകാതിരിക്കാൻ, ഇത്തരത്തിലുള്ള മഹാമാരികൾ ഇല്ലാണ്ടിരിക്കാൻ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. ആരെങ്കിലും കേട്ടോ റൂം ഫോർ റിവറിന്റെ തുടർന്നുള്ള എന്തെങ്കിലും പ്രവർത്തനം? കൊച്ചുകുട്ടികള് സൈക്കിള് വാങ്ങാൻ വെച്ച പൈസ, അവന്റെ മൺകുടം പൊട്ടിച്ചുണ്ടാക്കിയെടുത്ത ചില്ലിക്കാശ് വരെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിൽ വീട്ടമ്മമാരുടെ കോഴിമുട്ട വിറ്റ് കിട്ടിയ പണം വരെയുണ്ട്. സത്യത്തിൽ ആ പണം എന്തായി? ആ പണം എത്ര ചെലവാക്കി? ആ പണം ഇനി എത്ര ബാക്കിയുണ്ട്? ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ കണക്ക് ബോധിപ്പിക്കൽ സത്യത്തിൽ കേരളത്തിൽ നടക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിവേ, നിങ്ങളോട് തുറന്ന് സംസാരിക്കുക, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റെസ്റ്റ് ഈസ് യുവേഴ്സ്. താങ്ക് യു.